അല്ലാഹു 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 അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദിവസവും ഹദീസ് പഠനത്തിലൂടെ ഒരു പുതിയ അറിവ് നേടാം എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. 27ാമത്തെ ഭാഗത്തിൽ ഒരു ഹദീസ് ആണ് ഇന്ന് നാം പഠിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി നമുക്ക് ചിലവാകുന്നത്. عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليليني منكم أولو الأحلام والنهى ثم الذين يلونكم ثلاثا وإياكم وعشات الأسواق. عبد الله ഇതാണ് ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹാ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ആരെല്ലാം ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് സഹാബാക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. അല്ലാതെ എല്ലാ സമയത്തേക്കും ഇത് ബാധകമല്ല. നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് ലിയലിയനി മിൻകും, നിങ്ങളിൽ നിന്ന് എന്നോട് അടുത്തു നിൽക്കണം, ഉലുൽ അഹ്ലാമി, പ്രായപൂർത്തിയായ ആളുകൾ, വലിയ ആളുകൾ, വന്നുഹാ, ബുദ്ധിയുള്ളവർ. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി സ്വഫായി നിൽക്കുന്ന സമയത്ത് എന്നോട് അടുത്തു നിൽക്കണം. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് അടുത്തവർ. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു എന്നാണ്. സുമ്മല്ലദീന യലൂനഹും, സുമ്മല്ലദീന യലൂനഹും, സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടടുത്തവർ, പിന്നെ അവരോടടുത്തവർ. വയ്യാക്കും ആയിഷാത്തിൽ അസ്വാഖി, അങ്ങാടികളിലെ ശബ്ദ കോലാഹലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തായി നിൽക്കുന്ന സമയത്ത് അങ്ങാടിയും പള്ളിയും ഒരുപോലെയല്ല. അങ്ങാടിയിൽ പെരുമാറുന്ന രീതിയിൽ പള്ളിയിൽ പറ്റുകയില്ല. അതുകൊണ്ട് അദബ് പഠിപ്പിക്കുകയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയ്യാക്കും വഇശാത്തിൽ അസ്വാഖ്, അങ്ങാടിയിലെ ശബ്ദ കോലാഹലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ ഹദീസിൽ പറയുന്നത് പ്രായപൂർത്തിയായ വലിയ ആളുകളാണ് ഇമാമിന്റെ അടുത്ത് നിൽക്കേണ്ടത്. എന്റെ അടുത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമിനോട് അടുത്ത് നിൽക്കേണ്ടത് പ്രായപൂർത്തിയായ ആളുകളാണ്, ബുദ്ധിയുള്ളവർ. അപ്പൊ 1ാമത്തെ സഫില് വലിയ ആളുകൾ നിൽക്കണം. പിന്നെ 2ാമത്തെ സഫിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവര് തന്നെയാണ് അതിലും നിൽക്കേണ്ടത്. കുട്ടികൾ പിന്നെ അടുത്ത സഫിലാണ് ഉണ്ടാവേണ്ടത്. അതേ സമയത്ത് ഒരു സഫിന് മാത്രമേ ആളുള്ളൂ എങ്കിലേ ഇമാമിന്റെ അടുത്ത് നിൽക്കേണ്ടത് വലിയവരാണ്. പിന്നെ അതിലും പ്രായം കുറഞ്ഞവര് അതിന്റെ അടുത്ത്, പിന്നെ അതിലും കുറഞ്ഞവർ അതിന്റെ അപ്പുറത്ത്. അങ്ങനെയാണ് ഒരു ജമാഅത്തിന് വേണ്ടി സഫ് കെട്ടുന്ന സമയത്ത് നിൽക്കേണ്ടത് എന്ന് ഈ ഹദീസിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.